ആ മോള് പേടിക്കണ്ട കേട്ടോ, മാറിക്കോളും. തലവേദനിക്കുന്ന അച്ഛാ. എന്റെ ചക്കരയ്ക്ക് തലവേദനയാണോ? അതൊക്കെ മാറിക്കോളും മോളെ. നാളെയും കൂടെ സ്കൂളിൽ പോകണ്ട. എന്താ ഇതൊക്കെ? ബെഡിൽ ഇത്രയും തുണി കിടക്കുന്നു. നിങ്ങൾ എന്തിനാ ഇങ്ങനൊക്കെ ചെയ്യുന്നേ? ഇതൊന്നും മടക്കി വെക്കരുതോ? നിങ്ങൾ ഒരു ജോലി മര്യാദയ്ക്ക് ചെയ്യില്ലല്ലോ. ഞാൻ വന്ന് മടക്കി വെക്കുന്നിടം വരെ ഈ ബെഡിൽ കിടക്കുന്ന തുണിയെല്ലാം ഇവിടെ തന്നെ കിടക്കും കേട്ടോ. ദേഹം അനങ്ങാതെ ഇങ്ങനെ ഒരിടത്ത് തന്നെ നിങ്ങൾ അങ്ങ് ഇരുന്നു. ഇങ്ങനെയും ചിലര് ദേഷ്യപ്പെടാതെ. നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണെന്നാണോ? എനിക്കിതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. പറയുമ്പോഴല്ലേ നിങ്ങളും ചെയ്യും. ഒന്ന് എഴുന്നേക്കുന്നുണ്ടോ? പറഞ്ഞാ മാത്രമേ നിങ്ങൾക്കെല്ലാം മനസ്സിലാവത്തുള്ളൂ. മോക്ക് വയ്യാതിരിക്കുന്ന കാര്യം എനിക്കെന്താ അറിയില്ലേ? ഞാൻ അവളുടെ അമ്മയാ, മനസ്സിലായോ? നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവളോട് സംസാരിച്ചതിന് ശേഷം എടുത്തു വെക്കാന്ന് ഞാൻ വിചാരിച്ചേ. നീ എന്താ ഇങ്ങനെ? മോട് മര്യാദയ്ക്കൊന്ന് ഉറങ്ങിക്കോട്ടെ. ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെട്ടു. നിങ്ങൾ എനിക്ക് വേണ്ടി എന്താ ചെയ്തത്? എന്താ ചെയ്തത്? നിങ്ങൾ തന്നെ അത് പറ. നമ്മുടെ കല്യാണം കഴിഞ്ഞ് എത്ര വർഷമായി? ഇത്രയും വലിയൊരു പെങ്കൊച്ചുണ്ട്. എന്റെ ആഭരണങ്ങളെല്ലാം വിറ്റു. എന്നിട്ട് ഞാൻ ദേഷ്യപ്പെടുന്നെന്ന് നിങ്ങളീ പറയുന്നൊന്നും ഒട്ടും ശരിയല്ല. നീ ഒന്ന് ശാന്തമായി സംസാരിക്കും. മോൾ ഉറങ്ങുവല്ലേ? കേക്കട്ടെ, മനസ്സിലാക്കട്ടെ. മനസ്സിലാക്കിയാലേ അവളും ഈ തെറ്റ് ചെയ്യാതിരിക്കൂ. എനിക്ക് പറ്റുന്നില്ല. എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. പറയുന്നൊന്ന് കേക്ക്. എന്താ പറയാൻ പോകുന്നത്? എന്താ ഞാൻ കേക്കണ്ടേ? കുറച്ചെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ബുദ്ധിമുട്ടുള്ള കാര്യമാ. ആദ്യം നീ ഒന്ന് ശാന്തമായിരിക്കേ, ഒന്ന് കൂളാവ്. നിന്നെ നന്നായി നോക്കാൻ വേണ്ടിയല്ലേ ഞാൻ എന്നെ കൊണ്ടാവുന്ന പോലെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നേ. ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞത്, ജീവിതത്തെ പറ്റിയാ. ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ചു കേക്ക്. എനിക്ക് ഈ ജീവിതം മടുത്തു. ഇനി ഇവിടെ ഇങ്ങനെ നരകിച്ച് ജീവിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. ഇവിടെ ഇരിക്കുമ്പോ എനിക്ക് ശ്വാസം മുട്ടുക, മനസ്സിലായി നിങ്ങൾക്ക്? ശ്വാസം കിട്ടാതെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? ഈ വീടുണ്ടല്ലോ, ഇവിടെ ശ്വാസം വിടാൻ പറ്റില്ല. സത്യമായിട്ട് എനിക്ക് പറ്റുന്നില്ല. പറഞ്ഞത് മനസ്സിലായോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതിനെന്തെങ്കിലും മാർഗമുണ്ടോ? ഞാൻ ശ്രമിച്ചോണ്ടിരിക്കല്ലേ. എന്ത് ശ്രമിച്ചെന്ന്? രാപ്പകലില്ലാതെ മനുഷ്യൻ കഷ്ടപ്പെടുന്നേ. എല്ലാം ഒന്ന് നേരെയാക്കാൻ വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നു. എന്തെങ്കിലും ചെയ്തോ? നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? എനിക്കിവിടെ ജീവിക്കാൻ തീരെ ഇഷ്ടമില്ല. നീ എനിക്ക് കുറച്ചുകൂടി ഒന്ന് സമയം താ പ്ലീസ്. എന്റെ ആഗ്രഹങ്ങളെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവോ? എനിക്ക് എന്താ വേണ്ടെന്നറിയാവോ? നിങ്ങളെ കൊണ്ടത് ചെയ്തു തരാൻ സാധിക്കുമോ? പറ. എനിക്കെന്താ ഇഷ്ടം, എന്താ വേണ്ടത്, എന്റെ ആഗ്രഹം എന്താണ്, അതൊക്കെ സാധിച്ചു തരുമോ? എന്റെ ജീവിതാഗ്രഹം എന്താണെന്നറിയോ? എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കത് സാധിച്ചു തരാൻ പറ്റുമോ? ഇത്രയും നാള് നിങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് എനിക്ക് എന്ത് സന്തോഷം കിട്ടിയത്? എനിക്ക് ഈ ജീവിതം വേണ്ട. എനിക്ക് ഈ ജീവിതം ഇഷ്ടപ്പെടുന്നില്ല. മോളൊന്ന് സമാധാനമായിട്ട് ഉറങ്ങിക്കോട്ടെ. നിക്ക് ഞാൻ പറയാം. കുഞ്ഞിന് വയ്യ അല്ലേ? ഇപ്പോഴാണോ നിങ്ങളത് അറിഞ്ഞത്? രാവിലെ തൊട്ട് ആ കുഞ്ഞിന് മരുന്ന് കൊടുത്ത ആരാന്നറിയോ? മരുന്ന് കൊടുത്തത് ഞാനാ. അവളുടെ അസുഖം മാറിയാലും ഞാനാ കാരണക്കാരി. ഇപ്പൊ വന്ന് വയ്യാന്ന് പറയുന്നു. അതിന് ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ. നീ തന്നെയാണ് എല്ലാം ചെയ്തോണ്ടിരിക്കുന്നത്. എനിക്ക് പറ്റുന്നില്ല. എന്നെ കൊണ്ട് ഇത് തീരെ പറ്റുന്നില്ല. ഇത് കൂടുതൽ വയ്യ. ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് കേട്ടോ? ഇനി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. ദയവ് ചെയ്ത് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പ്ലീസ് എന്നെ എന്റെ പാട്ടിന് വിട്ടേക്ക്. നിങ്ങൾ എനിക്ക് തീരെ ഇഷ്ടമല്ല. ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല. എന്നെ വിട്ടേക്ക്. നോക്ക്, തീർച്ചയായിട്ടും ഒരു ദിവസം വരും.